ഇന്ന് നമുക്കൊരു ചെറിയ വിളവെടുപ്പാണ്. ഇപ്പൊ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സാധനങ്ങൾ വിളവായിട്ടുണ്ട്. ഇതവിടെ കണ്ടില്ലേ, ക്യാബേജ് ഒക്കെ കൂടി വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടെ നല്ല ടൈറ്റ് ആയിക്കോട്ടെ. 2 മാസം ആവുന്നുള്ളൂ കേട്ടോ. 2 മാസം ആകുമ്പോഴത്തേക്കൊക്കെ ഇത് കറക്റ്റ് വിളവെടുക്കാനോ. ഇതൊക്കെ ഉണ്ടാവും, എല്ലാത്തിലും ക്യാബേജ് ഉണ്ട് കേട്ടോ. അമർത്തുന്നില്ല, ടൈറ്റായി നോക്കിയതാ. ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ചൈനീസ് ക്യാബേജ് ഉണ്ട്, കായ് വരുന്നുണ്ട്. ഇതിനൊക്കെ ഒരു കാലാവധി നമുക്ക് 2 മാസമാണ്. പക്ഷെ ഇപ്പൊ ഇതൊക്കെ നട്ടിട്ട് ഇപ്പം 1.5 മാസം ആയിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഉള്ളതൊക്കെ അപ്പുറം സെക്ഷനിൽ ക്യാബേജ് ആയി വരുന്നത് ഇതിപ്പോ ഒരു 1.5 മാസം ആയിട്ടുള്ളൂ. പിന്നെ നമ്മൾ വിളവെടുക്കുന്നത് ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് എല്ലാം കൂടെ കാണുമ്പോൾ നിങ്ങൾ ഏതാന്നല്ലേ. പിന്നെ നമ്മളിതാ നമ്മളെ മുള്ളങ്കി ആട്ടോ, ഒരു 1.5 മാസമായിട്ടുള്ളൂ നട്ടിട്ട്. മുള്ളങ്കി ഒക്കെ വന്നിട്ടുള്ളത് മുകളിലോട്ട്. അപ്പൊ മുള്ളങ്കിയുടെ ഏകദേശം ടൈം ആയിട്ടുണ്ട്. ഇനി ഓവർ നമുക്ക് നിർത്തേണ്ടത്. അതൊക്കെ ഉണ്ടോ, ഇതൊക്കെ വിള്ളുന്നുണ്ട്, മുകളിലെത്തിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്, ഇതിൽ ചെറുതാകുന്നു. അപ്പം എന്തായാലും മുള്ളങ്കി എല്ലാം കൂടെ പറിച്ചാലേ നമുക്കൊരു കസ് പൊട്ടുന്നത്. ഇതിലും നടന്നിട്ടും മാത്രമല്ല, ശ്രദ്ധിക്കണം, നല്ല പണിയുണ്ട്. കസിന്റെ ഇലേ നടന്നാ അപ്പ പൊട്ടും. കസ് കുറച്ചും കൂടെ ആവാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇന്ന് വിളവെടുക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, മുള്ളങ്കിയൊക്കെ ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് ഇതൊക്കെ പറിച്ചെടുക്കാൻ നിന്നാല് കസിന്റെയും ഇപ്പുറത്ത് നിന്ന ബീട്രൂട്ടിന്റെ ഒക്കെ ഇല പൊട്ടും. നമുക്ക് എന്താ ഓരോ ചട്ടി എടുത്തിട്ട്, അവിടെ സ്റ്റൂളും ഉണ്ടോ, സ്റ്റൂളിൽ വെക്കാൻ അല്ല, സ്റ്റൂളിൽ വെച്ചിട്ട് എടുക്കേ. നമുക്ക് അങ്ങോട്ട് കൊണ്ടാ പോരെ, തണുപ്പുള്ള സ്ഥലത്തോട്ട് കൊണ്ടാ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മണ്ണൊക്കെ ഇവിടെ കൊഴിഞ്ഞൊക്കെ ഇടങ്ങാറാം. അപ്പം എല്ലാം ഓരോ ചട്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കട്ടെ. അതിനകത്തൊന്നും ഇല്ലല്ലോ കുഞ്ഞോളെ, കുറച്ചല്ലോ. സ്റ്റൂള് നമ്മളെ കോവല് കാണിച്ചു കൊടുക്കുക, കോവല് പറിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് പിന്നെയും കോവലൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റൂൾ ഇവിടെ സ്ഥിരമായിട്ട് വെച്ചിരിക്കുക. ഇവിടെയൊക്കെ കസിന് നല്ല ഇല പൊട്ടിയിട്ടുണ്ട് അല്ലേ. കസ് വിരിഞ്ഞാൽ നല്ല കൂടി വരും. നമുക്ക് വിരിഞ്ഞ പോലെ എന്തായാലും തണുപ്പ് വരണ്ടേ. 2 ദിവസം തണുപ്പ് വന്ന് പിന്നെയും മഴക്കാലല്ലേ. ഈ ചൂടിനനുസരിച്ചുള്ള തണുപ്പും കൂടെ വന്നാലാണ് കസ്സൊക്കെ കറക്റ്റ് കൂടി കിട്ടട്ടോ. കസ് എന്ന് പറഞ്ഞാൽ ചൈനീസ് കാബേജിനാണ്. ഇതിലുള്ള മുള്ളങ്കി വളഞ്ഞു വന്നിട്ട് നോക്ക്. എന്തെങ്കിലും അവിടെ നിന്ന് കാണിച്ചത്. ഞാൻ നോക്കുമ്പോൾ മുള്ളങ്കിന് മുരട്ടിലല്ല മുള്ളങ്കി ഉള്ളത്, വളഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഊട്ടി പോയപ്പോ അവിടുത്തെ മുള്ളങ്കി നല്ല ഹൈറ്റ് ഒക്കെ വെച്ച് പൂവൊക്കെ വന്നിട്ടുണ്ട്. വെള്ള പൂ കണ്ടപ്പോ ഞാൻ വെച്ച് കടുകല്ലാത്ത ഈ പൂ എന്താ വെച്ചപ്പോ നോക്കുമ്പോ മുള്ളങ്കിയാണ്. അവിടുത്തെ മുള്ളങ്കി പോലെ ഇത് പൂക്കാനൊക്കെ നിന്നാൽ ചിലപ്പോ മുള്ളങ്കിയിൽ ഇങ്ങനെ ഓവറാക്കി കഴിഞ്ഞാല് നാര് വരും. ഇങ്ങനെ ഉപ്പേരി വെക്കാനും തോരൻ വെക്കാനൊന്നും പറ്റൂല. 4 ഉള്ളുമ്പോ 5 മുള്ളങ്കി ഇല്ലേ. 5 മുള്ളങ്കിയാണ് നട്ടത്. അവരുണ്ട്. ഒന്നുമ്മ ലാസ്റ്റ് ഇതിന് പറിച്ചിട്ടതായിട്ടില്ല. ഇവിടുന്നോ? അപ്പൊ എന്തായാലും അങ്ങോട്ട് വരട്ടെ. ഞാൻ നല്ല വെയിലായതുകൊണ്ടാ തണുപ്പുള്ളടത്തേക്ക് പോകാൻ. പിന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് എന്തായാലും വിളവെടുക്കണ്ട. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോത്തിന് ഇവിടെയൊക്കെ തട്ടിയിട്ട് എല്ലാത്തിന്റെ പൊട്ടു. നമുക്ക് ഇനി ഓരോന്നിന്റെ വിളവെടുപ്പ് തുടങ്ങാം. അവിടെ നല്ല വെയിലായതുകൊണ്ടേ ഒക്കെ നമ്മൾ തണുപ്പുള്ളിടത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതുകൊണ്ടില്ല, നമ്മുടെ തേങ്ങക്ക് ഇട്ടതിന് ശേഷം റെക്കോർഡ് വെയിൽ ഇന്നാവുണ്ട്. 2 വെയിലും കൂടെ തട്ടിയാൽ നമുക്ക് ആട്ടാൻ കൊണ്ടുപോകാം. പൊട്ടുന്നുണ്ട്, എന്നാലും ഒന്നും കൂടെ ഒന്ന് കിട്ടിയാൽ. ഏലും കാപ്പിയും ഒക്കെ ഇട്ടിട്ടുണ്ട്, നല്ല വെയിലല്ലേ. അതാ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിന്റെ ഇലയും നമ്മൾ ഉപ്പേരി വെക്കും. അപ്പൊ അവിടെ വെച്ചിട്ട് നമ്മൾ ഒക്കെ പറിച്ച് കാണിക്കുമ്പോഴത്തേക്കും ഇലയൊക്കെ വാടിപ്പോവും. ഇവിടെ ആകുമ്പോൾ നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ്. നമുക്കിനി ഓരോന്ന് നോക്കാം അല്ലേ. തുടങ്ങല്ലേ ഞങ്ങളെ ഉമ്മയാണ് വിളവെടുക്കേണ്ടത്. പക്ഷെ ഉമ്മ വരുന്നില്ല. നമുക്കൊരു അർജന്റായിട്ട് 2 കിലോ പച്ചമുളകിന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഉമ്മ അത് പറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വിളിക്കുമ്പോൾ അപ്പം പറിച്ച് വിളവെടുക്കലാണ്, പറിച്ച് വെക്കുന്നില്ല. ഇപ്പൊ ഇതാ സിമ്പിളായിട്ട് മണ്ണൊന്നും കൊഴിയില്ല. ഞാൻ ഇങ്ങോട്ട് എടുത്തു പറഞ്ഞാൽ അതിനിങ്ങനെ ഇല്ല പൊട്ടണില്ല. അവിടെ വെച്ചിട്ട് ഇതാക്കിയ മണ്ണ് കൊഴിയുന്ന വെച്ചിട്ടാണ് ഇത്. ക്യാരറ്റ് കുറച്ച് അടിയിലല്ലേ ഉണ്ട്, അത് നേരെ മേലോട്ടാണ് വരുന്നത്. ഇത് കൂടുതലായിട്ട് ചെയ്യുന്ന ആള് കുഞ്ഞാത്തേട്ടോ, പെങ്ങള്. അവളാണ് നമുക്ക് ഇത് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും, നല്ലതാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൊണ്ടുതന്നെ. അവള് പറഞ്ഞു താഴേക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ, ഉള്ളത് മുകളിലോട്ടേ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ ഇതാ ഇത്രയും വലുപ്പമുണ്ട്. ഇത് മതി നമുക്ക് ഉപ്പേരി വെക്കാനും തോരൻ വെക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് സാധനമുണ്ട്. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇല എന്തായാലും നമ്മൾ എടുക്കും. ഇപ്പം ഇല പൊട്ടിക്കുന്നില്ല. അപ്പൊ അവിടെ ഇരുന്ന് തന്നെ ചെയ്താൽ മതി. മണ്ണൊന്നും അനങ്ങിയിട്ടില്ല. ക്യാരറ്റൊക്കെ നമുക്കൊന്ന് മാന്തി വെക്കണ്ട, ഇത് ആവശ്യം വരുന്നില്ല. ഇത് കണ്ടോ, ഇതിലുള്ളത് ഞങ്ങളന്ന് ഇതിന്റെ കുഞ്ഞാത്തതിന്റെ 2 നിറം ചെയ്യുന്നുണ്ട്. ഓക്ക് തൈകൾ നേരത്തെ പോയതുകൊണ്ട് കിട്ടിയിട്ട് അതിന്റെ റെഡും ഉണ്ട് കേട്ടോ. റെഡ് പറഞ്ഞാൽ ചുവപ്പ് മുള്ളങ്കിയുണ്ട്, വെള്ള മുള്ളങ്കിയുണ്ട്. ഓക്ക് 2ഉം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പോയപ്പോൾ തൈ കഴിഞ്ഞു പോയി. ഇനി അതും കൂടെ ഒന്ന് കൊണ്ടുവരണം. ഓള് പറയുന്നത് തണുപ്പിനാണ് ഉണ്ടായാലും എല്ലാവരും എല്ലാ സമയത്തും ഉണ്ടായി കിട്ടുന്നുണ്ട് പറയുന്നുണ്ട്. തമിഴ്നാട്ടിലായതുകൊണ്ട് അവിടെ ഫുൾ നല്ല മെയിൻ സാധനമാണ് ഇത്. ഇവിടെ അങ്ങനെ ആരും അങ്ങനെ ഉപയോഗിക്കുന്നത്. ഇവിടെ കടകളിലൊക്കെ വന്നാൽ എടുത്ത് വാങ്ങിക്കുന്നല്ലാതെ സ്ഥിരമായിട്ട് ഉപയോഗമൊന്നുമില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ കൂടുതൽ ചെയ്യുന്ന കണ്ടിട്ടുള്ളത് ഇവിടെ ഈ ഹിന്ദിക്കാരുണ്ടല്ലോ, ബംഗാളികൾ പണിക്ക് വരുന്നുണ്ട്.
അവരെ ഇങ്ങനെ ഗ്രോ ബാഗിലൊക്കെ ആയിട്ട് ചെയ്യുന്ന കാണാം. വേണ്ട വളഞ്ഞുണ്ടായിട്ടുണ്ട് സംഭവം. അപ്പൊ ഈ സാധനം മുകളിലോട്ടാണ് ഉണ്ടാവുക, താഴോട്ടല്ല. എന്താ പറയുക, താഴേക്കൊരു സാധനം താഴേക്ക് പോകുന്നത് ഇപ്പൊ വലിപ്പമില്ലല്ലോ. എല്ലാം ക്യാരറ്റ് മറ്റേതൊക്കെ താഴേക്ക് പോകുന്നതിനല്ലേ കുറച്ച് വണ്ണം വെച്ച് വരിക. നേരെ തിരിച്ചാണ്. ഇനി അടുത്തതാ, ഇത് കുറച്ച് ചെറുതാണ് കണ്ടിട്ട്, മുകളിലോട്ട് വന്നതന്നെ ചെറുതാ. ഇതും വളഞ്ഞിട്ടാട്ടോ. ഇത് കണ്ട കറക്റ്റ് എന്താ തോന്നുന്നറിയോ, നമ്മുടെ വെള്ളക്കൂവല്ലേ, ഇങ്ങനെ കണ്ടാല് വെള്ളക്കൂവ പോലെ ഉണ്ട്. ഇത് വലിപ്പം കുറവാ, കണ്ടാൽ തന്നെ അറിയാം ചെറുതാ. പിന്നെ ഇത് വേഗം വിളവെടുക്കുന്ന എന്താ വെച്ചാൽ ആയിട്ടുണ്ട്, ഓവർ നിർത്തി കഴിഞ്ഞാൽ കുഞ്ഞാത്ത പറഞ്ഞു ഇതിലിങ്ങനെ ഒരു നാര് പോലെ വരും. അപ്പം ഇത് ഉപ്പേരി വെച്ചാലൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് മൂപ്പാകുന്നതനുസരിച്ച് ഇതിൽ നാര് കൂടി വരും എന്നറിയാം. ഏറ്റവും നല്ലത് ഈ ഒരു ഇതിൽ തന്നെ വിളവെടുക്കുന്നതാണ്. നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി ചെയ്തല്ല, കൂടുതൽ കൊടുക്കാനൊന്നുമില്ല. ഇനി അടുത്ത പ്രാവശ്യത്തിന് എന്തായാലും നല്ല സക്സസ് ആണ് കേട്ടോ, പെട്ടെന്ന് ആയി കിട്ടുന്നുണ്ട്, അതാ അതിൻ്റെ ഒരു ഗുണം. പിന്നെ നമ്മൾ മറ്റു പച്ചക്കറികൾ പോലെ ക്യാരറ്റിൻ്റെ അകത്ത് അത്രയൊന്നും പണികളും കാര്യങ്ങളൊന്നുമില്ല. ഉണ്ടായി നട്ടു, എല്ലാം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സ്ലറിയും കാര്യം വെച്ചു കൊടുത്തു. ലാസ്റ്റ് വെച്ച് സ്ലറി കുറച്ചു. ഇതൊക്കെ ഇങ്ങനെ അടിയിൽ കഴിഞ്ഞുണ്ടാകുന്നതുകൊണ്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട് നമ്മൾ പൊട്ടാഷാണ് വേണ്ടത്. നല്ല വെണ്ണീരിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് കണ്ടെങ്കിൽ ഇതുപോലെ ഇതിപ്പം കൃഷി ഓഫീസറോടൊക്കെ പറഞ്ഞാൽ ബോറോൺ ഇതിനൊക്കെ കുറവുകൊണ്ടാണ് പറയും ഈ വിള്ളൽ വരുന്നത്. അത്യാവശ്യം മുപ്പായിട്ടുണ്ട്. അപ്പൊ നോക്ക്, ഇത്രയുണ്ട് ഒരു ഉപ്പേരിക്ക്. ഇതിന്റെ ഇലയുണ്ട്, അതിൽ തന്നെ നമുക്ക് മുള്ളങ്കി ഉപയോഗിക്കാം. ഫോൺ വരുന്നുണ്ട്, ഒന്ന് നോക്കിയിട്ട് ബാക്കി കാര്യം പറയാം. ഒന്നിൻ്റെത് പൊട്ടിപ്പോയിന് കേട്ടോ. ലാസ്റ്റ് അടി കുറച്ച് മതിയൊക്കെ ഇപ്പൊ കിട്ടിയത്. ഇതിൽ നിന്ന് കണ്ടോ, സംഭവതാ ഇതിൽ നിന്ന് ഇങ്ങനെ ചെറുത് പൊട്ടി ഉണ്ടാകുന്നതുകൊണ്ട്. പക്ഷെ അത് നല്ല വിണ്ടിട്ട് ആയിട്ടൊക്കെ ഉണ്ട്, നിർത്തിയിട്ട് നല്ല. അതൊന്നൊന്ന് കാണിച്ചു തരാം. ഇല പൊട്ടുന്നുണ്ട്. ഇല എന്തായാലും ഈ അടിഭാഗത്ത ഇലയൊക്കെ നമ്മൾ ഇതൊക്കെ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടി ഒഴിവാക്കും. നല്ല ഇളയ ഇല. പിന്നെ കുഞ്ഞാത്തൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഇലയും ഇങ്ങനെ ഇതും കൂടെ മുള്ളങ്കിയും കൂടെ ഒരുമിച്ചിട്ടിട്ട് പെരി വെക്കലുണ്ട് പറഞ്ഞ്, നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു ചൊവ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ഇവിടെ ക്യാരറ്റ് പോലെയല്ല, ഒരു സ്മെല്ലുണ്ട്, അതാണ് ഒരു കുത്തലുണ്ട്. അത് നല്ലതാണ്, പക്ഷെ അതാണ് ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാത്ത തോന്നുന്നത്. അപ്പൊ ഇതാ നമുക്ക് നല്ല അത്യാവശ്യത്തിന് നമുക്ക് മുള്ളങ്കി ഉണ്ട്, ഇലയുണ്ട്, രണ്ടും നമുക്ക് ഉപ്പേരി വെക്കാം. അതാ അതിൻ്റെ ഒരു പ്രധാന ഗുണം. എന്താ വെച്ചാൽ രണ്ട് കാര്യം നടക്കും. ഉമ്മ മുളക് പറിക്കുന്നുണ്ട്, അതും കൂടെ ഒന്ന് നോക്കട്ടെ. എന്തായി മായോ? 2 കിലോ വേണം നമുക്ക്. ഞാൻ അതിൽ തരാം. ഇവിടെ നമ്മള് ഇപ്പൊ കണ്ടോ നല്ല വെയിലിട്ടുണ്ട് കേട്ടോ നമ്മളെ ഉരുളക്കിഴങ്ങിന്. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് മാറ്റി വെച്ചാലേ നല്ല വെയിലിട്ടുള്ളൂ. ഇവിടെ നമ്മ മുളക് പറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെ പച്ചമുളക് കണ്ടില്ലേ, അതൊക്കെ അമ്മ ഇപ്പൊ പറിച്ചതാ. നല്ല മൂപ്പായ മുളക്, വേഗം തൂക്കം വരുന്നുണ്ട്. പിന്നെ മുളക് ഇപ്പൊ നമ്മൾക്ക് ഫേമസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ട് ഓരോരുത്തർ ഓരോ കിലോനൊക്കെ ചോദിക്കുന്നത്. ഞാൻ പറയാം എല്ലാവരും മുളക് വാങ്ങല് 100 ഗ്രാമൊക്കെ 200 ഗ്രാമൊക്കെ അല്ലേ, മാക്സിമം 200 ഗ്രാം, 100 അധികം വാങ്ങല്. അപ്പൊ നമ്മളെ മുളക് കിലോ തന്നെ വാങ്ങണേ. ഞാൻ പറഞ്ഞു കുറെ ദിവസം നമുക്ക് എടുത്തു വെക്കാൻ കഴിയും, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്തന്നെ വെച്ചാൽ ഒന്നും ആവില്ല. പക്ഷെ മുളകിൽ ഇപ്രാവശ്യം നമുക്ക് ഭാഗ്യമില്ല, വാട്ടരോഗം വന്നിട്ട് ഇഷ്ടംപോലെ ചെടികൾ പോയി. ഇപ്പൊ നമുക്ക് ഗ്രോ ബാഗിലും മൺചട്ടിയിലുള്ള ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഗ്രോ ബാഗിലാട്ടോ. പച്ചമുളക് കണ്ടില്ലേ. ഒരു 3 റൗണ്ടോളം നമ്മളിപ്പോ വിളവെടുത്ത് കഴിഞ്ഞ് ഇനി കുറച്ച് സ്ലറി കൊടുക്കേണ്ടി വരും കേട്ടോ. ചെടീന്റെ കരുത്ത് പോണ്ട്. ചെടിയൊക്കെ ഒരു ഇങ്ങനെ എന്താ പറയാ കായ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊക്കെ കണ്ടോ. പിന്നെ ചെറിയ ചട്ടിയിലുള്ളതാണ്, അപ്പൊ അതിനനുസരിച്ചുള്ള കരുത്ത് ഇതിലുള്ളൂ. അപ്പുറം നമ്മ പറിക്കുന്ന നല്ല ഗ്രോ ബാഗിലുള്ളതാണ്. ഇന്നിപ്പോ നനയ്ക്കേണ്ടി വരും, ഇന്നലെ നനച്ചിട്ടില്ല. മിഞ്ഞാന്ന് നല്ല മഴ കിട്ടിയതുകൊണ്ട് നമ്മൾ ഊട്ടി പോയതിന് നല്ല മഴ ചെയ്ത്, ഇന്നലെ നനയ്ക്കേണ്ടി വന്നില്ല. ചട്ടിയിൽ നമ്മള് ഒരു ദിവസം നനക്കാൻ വിട്ടുപോയാല് അപ്പൊ തന്നെ ചെടികളൊക്കെ വാടിപ്പോ. ഇതിൽ പഴുത്തുണ്ടല്ലോ, പഴുത്ത് വേണ്ടത് പഴുത്ത് എടുത്തോട്ടെ. ഇതൊക്കെ നമ്മുടെ മുളക് പഴുത്ത് 2 കിലോനായി, വെയിറ്റ് ഉണ്ട്. നല്ല മൂപ്പായതാ. അപ്പൊ മുളക് ആയിട്ടുണ്ട്, കുറച്ചും കൂടെ ഉണ്ട്, അത് പറിക്കുന്നുണ്ട്. നല്ല വെയിലാണെന്ന്. വെയിൽ വന്നോട്ടെ, വെയിലിനെ കുറ്റം പറയണില്ല. കണ്ടില്ലേ, വെയിൽ പോയാലും പണി. അതിനെ അങ്ങോട്ട് കാപ്പി പറിക്കണമെങ്കിൽ അല്ല കാപ്പിയൊക്കെ ഉണക്കണമെങ്കിൽ വെയിൽ തന്നെ വേണം. സൂപ്പർ മുളക്. മുള്ളങ്കി ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇതിനാ സ്മെല്ലുണ്ട്, ആ സ്മെല്ല് പറ്റുന്നു. ഒരു എന്താ അറിയാ, ഒരു പ്രത്യേക സ്മെല്ലാണ്. മുള്ളങ്കി വാങ്ങിച്ചവർക്കൊക്കെ അറിയാം.
ഇപ്പൊ എല്ലാവരും ഇതാ മുള്ളങ്കിയൊക്കെ പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ, നട്ടുകൊടുത്ത് അങ്ങനെയല്ല സ്പീഡിൽ ഉണ്ടാവുന്ന പറഞ്ഞാൽ നമ്മൾ ക്യാരറ്റിന്റെ അത്രയും കാത്തിക്കേണ്ട മുള്ളങ്കിയൊക്കെ ആവാൻ ഞങ്ങൾ പറഞ്ഞില്ല ഇപ്പൊ 1.5 മാസമായിട്ടുള്ളൂ. ഇതിനൊക്കെ ഇത് നമ്മൾ തൈകൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയാണ്, വിത്തും കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് നട്ടുകൊടുത്ത് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സാധനങ്ങളാണ് മുള്ളങ്കിയൊക്കെ. സംഭവം സാമ്പാറിലിട്ട് എല്ലാവരും ഉപ്പേരി വെക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പറ്റുന്ന എല്ലാവരും ഗ്രോ ബാഗിലും ചട്ടിയിലൊക്കെ നിലത്ത് നടാം, നിലത്ത് നമ്മൾ ബെഡ് എടുത്ത് നടാം. പക്ഷെ അതിനെക്കാട്ടിയൊക്കെ നല്ലത് നമ്മൾ ചെറിയ ഗ്രോ ബാഗിലും, വലിയ വലിപ്പമൊന്നും വേണ്ട ഗ്രോ ബാഗൊന്നും. ചട്ടിയാണെങ്കിൽ ഇപ്പം നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ചട്ടിയാണ്, ഇതിലൊക്കെ നട്ടിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഞങ്ങളിപ്പോൾ അത് അടുത്തത് തൈ കൊണ്ടിട്ട് വേഗം ഇട്ട് കൊടുക്കണം, അടുത്തത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാം. എന്നാലും നമുക്ക് ഇങ്ങനെ കറങ്ങി കറങ്ങി ഇതൊക്കെ വിളവെടുത്തുകൊണ്ടേ നിൽക്കാം. ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഒന്ന് വിളവെടുക്കുമ്പോഴത്തേക്കും അടുത്തത് സീസൺ ആണെങ്കിൽ ഇതൊക്കെ പറ്റും. ക്യാബേജൊക്കെ ഇനി ഓൾ സീസൺ ക്യാബേജേ പറ്റുള്ളൂ. മറ്റേ ബ്രോക്കോളി ചൈനീസ് ക്യാബേജ് ഒക്കെ നമ്മൾ ഇതോടുകൂടെ ഈ വിളവോടുകൂടെ നിർത്തും ആയിക്കഴിഞ്ഞാൽ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നട്ടുകൊടുത്താൽ എപ്പോഴും നമുക്ക് ഇങ്ങനെ ഓരോ സാധനം വിളവെടുക്കാൻ കഴിയും. ഇത്രയുള്ള വീഡിയോ ഇവിടെ നിർത്താണ്. കുറച്ചും കൂടെ മുളകുണ്ട് അങ്ങോട്ട് ഇങ്ങനെ. ഇനി വേഗം മുളക് നമുക്ക് കൊടുക്കാണ്ട്, അവർക്ക് അത് എത്തിച്ചു കൊടുക്കട്ടെ. നമ്മ പോയോ മോടി